തെരഞ്ഞെടുപ്പ് കാലത്ത് വികസനത്തെക്കുറിച്ച് സംസാരിച്ച മോദി അധികാരം ലഭിച്ചപ്പോൾ ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കി അസഹിഷ്ണുത പരത്തുകയാണ്. സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് വർഗീയത വ്യാപിപ്പിക്കുകയാണെന്നും ഡോക്ടർ SQR ഇലിയാസ് പറഞ്ഞു. Mr. Modi, when he came to power, he did not make any slogan which says that when they will come to power, the controversial issues they were raising, which was there in their manifesto, that they will erect Ram Mandir, they will abolish Article 371. ഏപ്രിൽ 1 രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ആരംഭിച്ച പ്രക്ഷോഭയാത്രയെ കൊച്ചി മറൈൻ ഡ്രൈവിൽ സ്വീകരിച്ചു. കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി PC ഹംസ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ BT ലളിത നായിക്, ദേശീയ സെക്രട്ടറിമാരായ സുബ്രഹ്മണ്യ അറുമുഖം, ഷീമ മുഹസിൻ, K അംബുജാക്ഷൻ തുടങ്ങി സംസ്ഥാന നേതാക്കളും സംബന്ധിച്ചു. ഏപ്രിൽ 22 അഹമ്മദാബാദിലാണ് പ്രക്ഷോഭയാത്രയുടെ സമാപനം. മീഡിയ 1 കൊച്ചി.